ഇവിടെ 2 മ്യൂസിയം ഉണ്ടായിരുന്നു. എന്താ മെൽഫിഷർ മെരിടൈം മ്യൂസിയം ഇടത് സൈഡും പിന്നെ വലത് സൈഡ് കണ്ട ഒരു മ്യൂസിയം, കീ വെസ്റ്റ് മ്യൂസിയം ഓഫ് ആർട്ട് ഹിസ്റ്ററി. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് ആ മ്യൂസിയം. നമ്മൾ ഒരു പ്രസിഡൻഷ്യൽ മ്യൂസിയം ഉണ്ട്, അങ്ങോട്ടാണ് നടന്നു പോകുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ബാക്കിൽ ഒരു അക്വേറിയം ഉണ്ട്. പറ്റുവാണെങ്കിൽ അവിടെ കയറാം സമയമുണ്ടെങ്കിൽ. അമേരിക്കയിലെ ആൽമരം. ഉണ്ടാവില്ല അമേരിക്കയിലെ ആൽമരം. ആലങ്ങ് വല്ലാതെ ഒത്തിരി വലുതായി. ഇത്രയും വലുപ്പത്തിലൊന്നും നമ്മുടെ നാട്ടിൽ കാണാറില്ല ആൽമരങ്ങൾ. ഇവിടെയൊക്കെ ഇവരൊക്കെ മരങ്ങൾ പെട്ടെന്ന് മുറിക്കത്തില്ല. അവർ മരത്തിനെയൊക്കെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്തായിരിക്കുന്നത്. അങ്ങനെ മുറിക്കാറില്ല. അതുകൊണ്ട് ഈ മരത്തിൻ്റെ ഒക്കെ വണ്ണം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ പ്രസിഡൻഷ്യൽ മ്യൂസിയത്തിലോട്ട് വന്നു കേട്ടോ. ആ പുള്ളിയുടെ പേര് ഹാരി എസ് ട്രൂമൻ എന്നാണ്. ഹാരി എസ് ട്രൂമൻ. ആക്ച്വലി എസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ അല്ല, പുള്ളിയുടെ ഒരു നെയിമായിട്ട് തന്നെ എസ് കണക്കാക്കുന്നത്. അതിന് പറയുന്ന ലിറ്റിൽ വൈറ്റ് ഹൗസ് മ്യൂസിയം എന്നാണ്. എന്നും ഓപ്പണാണ്, രാവിലെ 9 മുതൽ 5 വരെ. പിന്നെ ഇപ്പുറത്തൊരു ബോർഡുണ്ട്, വെൽക്കം ടു ദ ട്രൂമൻ അനക്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അതാണ് അവർ ആ ബോർഡ് വെച്ചേക്കുന്നത്. നമുക്ക് കയറുമ്പോൾ തന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടനൊക്കെ കാണും. ഇവിടുത്തെ ചെറിയൊരു വാട്ടർ ഫൗണ്ടനാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു നേവൽ സ്റ്റേഷനുണ്ട്. മേളിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്നു, അതിൻ്റെ ശബ്ദമാണ്. ആണ് നേവൽ സ്റ്റേഷൻ. 1823 മുതൽ 1874 വരെ. പോസ് ചെയ്ത് വായിക്കാവുന്നതാണിത്. ഈ ഹാരി എസ് ട്രൂമൻ എന്ന് പറയുന്ന ആൾ 1884 ജനിച്ച ആളാണ്. ജനിച്ച് 1945 33ാമത്തെ പ്രസിഡൻ്റായിട്ട് US പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഏകദേശം 8 വർഷത്തോളം ഇരുന്നു പുള്ളി. ഒരു 53 വരെ 1953 വരെ ഇരുന്നു. പിന്നെ 1972 അദ്ദേഹത്തിൻ്റെ മരണം. അപ്പം ഏകദേശം ഒരു 88 വർഷത്തോളം പുള്ളി ജീവിച്ച ആളാണ്. അപ്പോൾ നമ്മൾ കയറുന്നതിന് മുമ്പ് ഒരു ബോർഡുണ്ട്. ഇതിന് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ലിറ്റിൽ വൈറ്റ് ഹൗസ് എന്നാണ് പറയുന്നത്. ചെറിയൊരു വൈറ്റ് ഹൗസ് എന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ഇത് എപ്പോഴാണ് അത് പണിഞ്ഞതും. ബിൽറ്റ് ഇൻ 1890. ഇത് ആക്ച്വലി ഒരു നേവി ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സായിരുന്നു, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളാണ് അത് താഴെ എല്ലാം എഴുതിയേക്കുന്നത്. വേണേൽ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് കയറുകയാണ്. അതിന് മുമ്പ് ഇവിടെ വേറൊരു ബോർഡും വെച്ചിട്ടുണ്ട് ദ ലിറ്റിൽ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട്. ബിൽറ്റ് ഇൻ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം തന്നെ. എനിക്ക് തോന്നുന്നു അതിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഫ്ലോറിഡ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലാണിപ്പം കയറുകയാണ്. അവിടെ ടൈമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിയപ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് കണ്ടത്, കോക്കനട്ട് ഫാം എന്നും പറഞ്ഞുകൊണ്ട്. ട്രോപ്പിക്കൽ ഇന്ത്യ. എനിക്കൊന്ന് ഇന്ത്യയിൽ നിന്ന് ഇത് കൊണ്ട് വന്ന് നട്ടേക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു ചെടിയായത്. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു ലെമസിൻ കിടപ്പുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഈ ട്രൂമൻ്റെ ലെമസിനാണിത്. പുള്ളി 1950 വാങ്ങിച്ചതാണിത് ലെമസിൻ. ഇത് അവർ അഡീഷണൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ അവരതിനെ നമുക്ക് റൈഡ് തരും. അതിൽ ഫ്ലോറിഡ അവരുടെ ഒരു ഇതാണ് അദ്ദേഹം വാങ്ങിച്ച ലെമസിൻ. അതിപ്പോഴും നല്ല രീതിയിലാക്കിയിട്ടേക്കാണ്. DC നമ്പറാണ് കൊടുത്തേക്കുന്നത്. ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ നമ്പറാണ് കൊടുത്തേക്കുന്നത്, നമ്പർ 1. അതിപ്പോഴും നല്ല രീതിയിൽ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്.
ലിങ്കൺ കമ്പനിയുടെ ആണ് കേട്ടോ. ഉണ്ട്, അതിനകത്തൊരു ബോർഡും കൊടുത്തിട്ടുണ്ട്. ഹാരി എസ് ട്രൂമൻ, ലിറ്റിൽ വൈറ്റ് ഹൗസ്, കീ വെസ്റ്റ്, ഫ്ലോറിഡ. ഇതാണ് ആ ബ്ലാക്കിന് എന്താ ഒരു തിളക്കമെന്നറിയാമോ? ട്രൂമൻ്റെ ലെമുസിൻ. അപ്പോൾ ഈ ലെമുസിനെ ഞാൻ നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് അവർ വെച്ചേക്കുന്നത്. ഹാരി എസ് ട്രൂമൻ 1950 ലിങ്കൺ കോസ്മോപൊളിറ്റൻ പ്രസിഡൻഷ്യൽ ലെമുസിൻ. ഒരു പ്രസിഡൻഷ്യൽ ലെമുസിൻ ആയിരുന്നു. അതിൻ്റെ കാര്യങ്ങളാണ് താഴെ എഴുതിയേക്കുന്നത്. 1950 മോഡലാണിത്. ഇവിടെ ട്രൂമനെ കുറിച്ചുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇത് കണ്ടില്ലേ, ഡി-വേ ഡിഫീസ് ട്രൂമൻ. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ആദ്യത്തെ ടേൺ കഴിഞ്ഞ് ഡി-വേ എന്ന് പറയുന്ന ഒരു ആൾ പുള്ളിക്കെതിരായിട്ട് മത്സരിച്ചപ്പം ഷിക്കാഗോയുടെ ന്യൂസ് പേപ്പറിൽ പുള്ളിയെക്കുറിച്ച് വന്ന വാർത്തയാണ് ഡി-വേ ഡിഫീറ്റ് ട്രൂമൻ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി അന്നും ജയിച്ചത് ട്രൂമനാണ്, പക്ഷെ ട്രൂമൻ ജയിക്കുന്നതിന് മുമ്പേ വന്ന വാർത്തയാണ് ഡി-വേ ഡിഫീറ്റ്സ് ട്രൂമൻ എന്ന് പറഞ്ഞത്. അതിന് ആ വന്ന വാർത്തയാണ് പുള്ളി എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുന്നത്, ആ ഒരു പേപ്പർ. ആക്ച്വലി ആ സമയത്തും പുള്ളിയാണ് ജയിച്ചത്. പുള്ളി 2 ടേൺ ഇവിടെ ഇരുന്നു. പുള്ളിയുടെ പേരിലുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ബൈഡൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ, പ്രസിഡൻഷ്യൽ മ്യൂസിയം ആയതുകൊണ്ട് ബൈഡൻ്റെ ഇപ്പോൾ കറണ്ട് പ്രസിഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. 46th പ്രസിഡൻ്റാണ് ബൈഡൻ. 46th പ്രസിഡൻ്റാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ 59th പ്രസിഡൻറ്റ് ഇനാഗുറേഷനാണ്. പുള്ളിയുടെ 59th ഇനാഗുറേഷനാണ്. പക്ഷേ പ്രസിഡൻറ്റ് 46th പ്രസിഡൻ്റാണ് US-ൽ. ആൻഡ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബൈഡൻ ഹാരിസ്, കമല ഹാരിസിൻ്റെയും ജോ ബൈഡൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുടയാണെന്ന് തോന്നുന്നു, US ഫ്ലാഗിൻ്റെ ഒരു കുടയാണ്. കീ വെസ്റ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ കീ വെസ്റ്റിൻ്റെ പേരിലുള്ള ടീഷർട്ടും ഒക്കെ. അങ്ങോട്ടെന്തോ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ കുറേ കപ്പുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഹാരി എസ് ട്രൂമൻ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള കോഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഇറ്റ്സ് അമേസിങ് വാട്ട് യു ക്യാൻ അക്കംപ്ലിഷ് ഇഫ് യു ഡു നോട്ട് കെയർ ഹു ഗെറ്റ്സ് ദി ക്രെഡിറ്റ്. പിന്നെ അതുപോലെ ഇപ്പുറത്ത് പുള്ളി പറഞ്ഞ വേറൊരു കാര്യം, ഐ നെവർ ഡിഡ് ഗീവ് എനിബഡി ഹെൽ, ഐ ജസ്റ്റ് ടോൾഡ് ദം ദ ട്രൂത്ത് ആൻഡ് ദേ തോട്ട് ഇറ്റ് വാസ് ഹെൽ. അതുപോലെ വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞുണ്ട്, ഇഫ് യു ക്യാൻ സ്റ്റാൻഡ് ദ ഹീറ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദി കിച്ചൺ. പുള്ളി പറഞ്ഞത്. പിന്നെ പുള്ളി പറഞ്ഞ വേറെയും കാര്യങ്ങളുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീപ് വർക്കിംഗ് ഓൺ എ പ്ലാൻ, മേക്ക് നോ ലിറ്റിൽ പ്ലാൻസ്, മേക്ക് ദി ബിഗ്ഗസ്റ്റ് വൺ യു ക്യാൻ തിങ്ക് ഓഫ് ആൻഡ് സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ക്യാരിയിങ് ഇറ്റ് ഔട്ട്. പുള്ളി പറഞ്ഞതാണ് ഹാരി എസ് ട്രൂമൻ. അതുപോലെ താഴെ വേറെയും പുള്ളി പറഞ്ഞ കോഴ്സുണ്ട്, നെവർ യൂസ് 2 words വെൻ 1 വിൽ ഡു ബെസ്റ്റ്. അതും പുള്ളി പറഞ്ഞതാണ്. അങ്ങനെ ഒത്തിരി കണ്ട് നമ്മൾ ആ മ്യൂസിയത്തിലൊരു ടൂറ് കാണുന്നതിന് മുമ്പ് ജസ്റ്റ് കാണാൻ വേണ്ടി ആ ഗിഫ്റ്റ് ഷോപ്പിനകത്ത് തന്നെ അവർ സജ്ജീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഫയർ പ്ലേസ് ആണ് അവർ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് ട്രൂമൻ്റെ ഒരു ബസ്റ്റ് കാണാം. പിന്നെ ഇതിനകത്തോട്ട് കയറിയ അന്ന് മുതലുള്ള കാര്യങ്ങളാണ്. ഇപ്പം എന്തുണ്ട് 1884 മെയ് 8 പുള്ളിയുടെ ജനനം. മിസോറിയിലാണ് പുള്ളി ജനിക്കുന്നത്. 90 ഉള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 1911 1912 1917 1918 1919 1945. അപ്പോൾ നമുക്ക് പറഞ്ഞ ടൈം കിട്ടിയിട്ടുണ്ട്. പുള്ളി അതിൻ്റെ ടൂർ ഗൈഡ്. ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്യാൻ കുറേ പേര് വന്നിട്ടുണ്ട്. I'm going to apologize in advance. For some reason today I seem to be getting attacked by pollen. So I'm sneezing and coughing away, but I can guarantee it's not contagious. It's just, sorry about that.
So please forgive me. I'm carrying water. I've got my mask, all that jazz. So anyway, my name's Bob. I'm going to be your host for about the next 35 minutes or so. We are going to cover a ton of stuff, and I'm leaving a whole bunch of stuff out. And you all can circulate. That way you can see everything. When the president came in November of 1946, the house was furnished, but to be very honest with you, it was very generic. It was very common, very, very utilitarian. When the president came back on his second visit, that was 12 weeks later in March of 1947, there had been no changes. They weren't expecting the president to be back that soon. And in 48, when he got reelected, that they realized he'll be back a lot. And so the Navy hires an interior decorator in 1948. His name is Haygood Lassiter, and he was the premier decorator in Florida at the time. They gave him $35,000 in a challenge. Create something suitable for the caliber of guests that will be visiting the president. Never asked the Trumans a thing. He comes back with a plan. It's called Georgetown Tropical. It was federal furniture, tropical prints, and somehow it works. All of this furniture is original. All of the fabrics are exact copies of the original. Our foundation reprinted over 1 mile of fabric. The paint on the walls are exactly the color they wore when President Truman was here. In fact, we've identified every layer of paint since 1890. The carpets look the same. The wallpaper going up the stairs is, again, another reprint of the original. If you haven't figured it out, I'm taking you on a little bit of a time travel back to 1949. Now, I said it was all purchased. There is one exception, and the exception happens to be that poker table in the corner. The president loves to play cards. This is one of his favorite pastimes. And because of that, the Navy cabinet shop made that as a gift for the president. It is made of local mahogany. It has built-in chip holders. The ashtrays are 3-inch brass shell casings, and the little cigar holders inside the ashtrays are machine gun shells. Talk about early recycling, wow. Now, at that time, a lot of Americans thought playing poker was gambling, and gambling was a sin, and the President of the United States shouldn't be sinning. So the Navy also makes this nice round top, goes over the whole thing, and it simply becomes a dining space. It was quite innocent. The amount of money was very small. Who was playing cards with the President? The Speaker of the House, Sam Rayburn, the Chief Justice, Fred Vincent, military brass, congressional leadership. Well, maybe we do need to keep it a secret after all. So, I think you all should have gotten, let me see if I can find them. You all should have gotten stickers. Yes? No? Maybe? If you didn't, I just happen to have extras. Does anybody want extras? Okay, well, 1946, President Truman changed the Great Seal of the United States. Prior to that, the American eagle was turned, facing the claws, holding the arrows. President Truman says America must often go to war in defense of liberty, but we are a nation of peace, and our national symbol should reflect that. Therefore and forever, the president turned the eagle 180 degrees to look at the olive branch. This is, in government circles, referred to as the Truman Seal. I would be shocked if any future president ever thought about changing it back. Now, when I was growing up as a kid, there was an urban legend that said the eagle turned its head back and forth at the time of war. Never happened. So that was just an urban legend, as I said. Now, it turns out we have a picture of a ship on the wall, the USS Williamsburg. This was a 250-foot-long Navy vessel assigned to the president's service. It would arrive in Key West a day or two ahead of the president, and it would dock on the other side of that very large white building. It provided 3 very important services to this house. First, it was a floating hotel. We have a ton of people want to see the president. We don't have very much bedroom space. So they could sleep on the ship, get up in the morning, walk over 150 feet in here. Second, it was a communication ship. In the 1940s, we had 2 landlines from Key West to Miami. We were constantly in fear the Soviets would come and cut those phone lines. So this ship has radio, telephone, telex, and teletype, stayed in constant contact with the White House. And last, this house has a kitchen, 12 foot to 12 foot. Truman's staff grew to 50. You can't cook for 50 people in a 12 by 12 kitchen. So of course the meals were prepared on the ship,
put on steam trays, catered over to the Little White House. Now, the president himself would be sleeping upstairs, and you're going to see his bedroom in a few moments. But he would come downstairs about 7 o'clock in the morning, have breakfast here in the dining room, and following breakfast, he'd come over to this bar and have a Key West Heart Starter. Anyone want to guess what that might be? Bourbon is partly right. A Key West Heart Starter is a glass of fresh squeezed Florida orange juice followed by a shot of bourbon. His stewards, at least, were predominantly Filipinos. They just scratched their head. They couldn't believe anybody would be drinking bourbon for breakfast. His staff never told if they knew. And even when I joined the company 23 years ago, they didn't tell me either. And so it was only about 15 years ago the Truman Library found a pamphlet, and in the back of it were some handwritten notes from the president that gave us some insight. What it turns out is in 1946, President Truman's physician discovers he has an irregular heart rate. His doctor orders him to start treatment. Harry is freaked out. Why is he freaked out? Not because he's sick. He's freaked out people will find out he's sick, which would affect his ability to govern. So he swears everyone to secrecy. The doctor's not giving up that easily. He comes back to Harry and says, I have the solution for your erratic heart rate. You have some kind of an arrhythmia. All you have to do is drink 2 shots of bourbon a day. Now, I swear I have told this story since at least 20 years. No one has ever explained it to me until since Christmas. I've had 2 cardiac surgeons and a cardiac nurse, all on different tours, and they've all come to me afterwards and said, you know, Bob, that really would work. No, I did not know this would work. So here is the logic. The first one is in the morning. When you're resting, your heart is resting. When you get up and start moving around, your heart rate goes a little higher. When you have a shot of bourbon, it's kind of like a kick in the seat of the pants. Your heart rate goes up a lot. Well, that was the heart starter. The second shot of bourbon was in the evening when he's playing cards. So he deals a little bit, takes a sip. Deals a little bit, takes a sip. That was to keep his arteries open and clear. Today we have Plavix, and we have Belenta, and we have Warfarin, and we have Coumadin, and all these different professional blood thinners. They didn't have any of them. So by taking that second shot of bourbon, it stopped plaque from forming in his arteries and kept him healthy. Harry lived to age 88, drinking 2 shots of bourbon a day. His wife drank 2 shots of bourbon a day, lived to 97. I thought this sounded like some kind of gold news, so I dashed to my cardiologist. And what did he tell me? Take your pills, Bob. So, alrighty. We got all kinds of stories to tell. First off, I've been telling you this stuff's all original. There's a photograph on the end of the table that dates from March 6, 1949. That was the day that the president moved back in after the remodeling. And it just verifies what I've already been saying. All this stuff is real. Here is an 1869 couriernized print of the American Express bank train. And by the way, this is not the Keys. We don't have mountains in the Keys. That's the Hudson Valley of New York. But anyway, it was a historic event of 1869. The decorator was using antiques to make it look like we've been here forever. The candlesticks are still on the corner of the mantel, just as they are in that photograph. This table is in the corner, just as it is in that photograph. These pagoda lamps are in the wall, just as they are in that photograph. And of course, the tables and chairs still here. Doesn't get much better. It's 1949. So, it turns out that in the late 1940s, 1949 to be exact, President Truman sent Dwight Eisenhower to the Little White House with the Joint Chiefs of Staff. They are here for 5 weeks, and at the end of the 5 weeks, they have worked out some very stressful agreements. It is called the Key West Accords, or the Key West Agreements, and it was the merger of the Army and the Navy to form the Department of Defense, the creation of the U.S. Air Force, the creation of the CIA,
and the creation of the National Security Council. Whew, that is one heck of a piece of legislation. Because of Truman's, had sent Eisenhower, he credits Ike with the creation of the Department of Defense. So our sub base was closed. It is about 100 acres and 100 buildings. All this area was boarded up and abandoned. Everybody thought the little White House was going to open as a National Park Service museum in a year or two. It didn't happen. The politicians were too busy fighting amongst themselves. For 12 years we sat abandoned. They clearly set fire to the living room, and we found rags wrapped around broom handles that they were giving candlelight tours. That was a staff bedroom in Truman's time. It was used by his press secretary and by Clark Clifford, special assistant to the president. They had a couple beds, a couple dressers, a couple chairs. They're not in there now, so you're just looking at these two pictures. And we're going to put a new exhibit in there, we just haven't done it yet. So, on this wall is a big picture of Vice President Harry Truman with a young movie star. He's playing the piano. She's sitting on the piano singing. And it was February 4th, 1945. He's only been the vice president for 2 weeks. He's at the Washington Press Club entertaining our soldiers. ഇതാണ് ട്രൂമൻ്റെ ഭാര്യയും മോളും കടന്ന മുറി. വാഷ്റൂം, ടോയ്ലറ്റ് ഒക്കെ. ഇതൊരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിറർ. അതൊരു പോർച്ച് ഏരിയയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെന്ന് കയറുന്നത് ഇത് ഏകദേശം ഒരു പോർച്ച് ഏരിയ ആണ്. അങ്ങോട്ട് അനുവാദമില്ല, അതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കും. അവർ കളിച്ചുകൊണ്ടിരുന്ന കാടാന്ന് തോന്നുന്നു. തിരിക്കാനും ചാരാനൊന്നും പാടില്ലെന്ന് എഴുതിയേക്കുന്നത്. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ചെയറുകളൊക്കെയാണ്. പണ്ടത്തെ ട്രങ്ക് പെട്ടി ഇരിക്കുന്നുണ്ടല്ലേ, ഉണ്ട്. ഇതിനകത്ത് സാധനങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രങ്ക് പെട്ടികളാണ്. അങ്ങനെ നമ്മൾ പ്രസിഡൻറ്റിൻ്റെ ബെഡ്റൂമിൽ കയറി. ഇതാണ് പ്രസിഡൻറ്റിൻ്റെ ബെഡ്റൂം. പുള്ളി കിടന്നിരുന്ന ബെഡാണിത്. ആണ്ട് എൻ്റെ ഫാനും പുള്ളിയുടെ ലാമ്പും ചെയറും. പുള്ളി ഒഫീഷ്യലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേബിളും ചെയറും ഒക്കെ. പുള്ളിയുടെ ടെലിഫോൺ, ലാമ്പ്, പുള്ളി ബുക്കൊക്കെ വെച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ ടോയ്ലറ്റും വാഷ്റൂമും ഒക്കെ. അത് കഴിഞ്ഞ് ഒരു ഫ്ലവർ ബേസ് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ തൊപ്പിയും വടിയാന്ന് തോന്നുന്നു. പുള്ളിയുടെ ക്ലോത്തൊക്കെ ഇടുന്ന ക്ലോസറ്റാണ്. പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉടുപ്പൊക്കെയാന്ന് തോന്നുന്നു.
പുള്ളിയുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, പുള്ളിയുടെ ഒരു ഹാറ്റ് ഇരിപ്പുണ്ട്. നമ്മളപ്പുറത്ത് കണ്ട പോലെ ഉണ്ട്, ഇപ്പുറത്ത് ഒരു ബുക്ക് ഷെൽഫുണ്ട്. പുള്ളി വായിച്ച ബുക്കുകളൊക്കെ ആണെന്ന് തോന്നുന്നു. മേളിലോട്ടൊരിതുണ്ട്, പക്ഷെ അത് അവർ അടച്ചേക്കുമോ, മേളിലോട്ട് പോകാനൊക്കത്തില്ല. നമ്മൾ നേരത്തെ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. ഇത് നമ്മൾ നേരത്തെ കണ്ട പുള്ളിയുടെ വൈഫും ഡോട്ടറും കൂടെ ഉറങ്ങിയിരുന്ന ബെഡും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമ്മൾ നേരെ താഴോട്ടാണ് ഇറങ്ങുന്നത്. അവിടെ മേളി വലുതായിട്ടൊന്നുമില്ല. പുള്ളിയുടെ വൈഫിൻ്റെയും ഡോട്ടറിൻ്റെയും ഒക്കെ ബെഡ്റൂമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ താഴെ ഇറങ്ങി. എനിക്കൊന്ന് ഗസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. രണ്ടൊരു ബുക്കൊക്കെ വെക്കുന്ന ഷെൽഫും. ഇത് പുള്ളിയുടെ പിയാനോ ആണ്, എല്ലാം അടച്ചു വെച്ചേക്കുവാ. പിയാനോ ഒഫീഷ്യലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേശയും. ഇത് പണ്ടത്തെ ഒരു പെന്നാണ് കേട്ടോ, പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെന്നാണ്. ഇത് ഇங்கே മുക്കി എഴുതുന്ന ഒരു പെന്നാണ്, തൊടാൻ പാടില്ല. ഈ ഡൂവി ഡിഫീസ് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പത്രമില്ലായിരുന്നു, ഈ ഷിക്കാഗോ ഡെയിലി ട്രിബ്യൂണ് ഇറക്കിയ പത്രമാണ്. അന്നത്തെ ആ പത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നവർ. പുള്ളി പിടിച്ചൊരു പത്രമാണ്. ഇത് പണ്ടത്തെ ഗ്രാമഫോൺ ആയിരിക്കും. ഇതെന്തോ വന്നിട്ട് ഇവിടുത്തെ കിട്ടുന്നില്ല. ഇവിടെ ഉണ്ട്, അവിടെ ഫയർ പ്ലേസ് ആണ് അതിനകത്ത്. ഇത്രയും വിസിറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഇവിടെ കാണാൻ. പുള്ളിയുടെ ഒരു കട്ടൗട്ടർ. അപ്പോൾ അവിടുത്തെ ആ ഒരു ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ആ ഗിഫ്റ്റ് ഷോപ്പിനകത്തോട്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തോമസ് ഡി വേസ് ഹാരിസ് ട്രൂമൻ 1948 ഇലക്ഷനെ കുറിച്ചൊക്കെയാണ്. ഈ കാണുന്നതാണ് ഡി വേ, ഇത് ട്രൂമൻ. അത് ബാഡ്ജും കാര്യങ്ങളൊക്കെയാണ്. ഏപ്രിൽ 12 അടുത്ത മെയ് 8 ജൂൺ 19, ജൂലൈ 17 ടു ഓഗസ്റ്റ് 2, പിന്നെ ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9, ഓഗസ്റ്റ് 14. നമ്മൾ നേരത്തെ കണ്ട പിക്ചറാണ് ഡി വേ ഡിഫീസ് ട്രൂമൻ. അടുത്ത 1946 കാര്യങ്ങളാണ്. അടുത്ത 1947 എന്ത് നടന്നു, പിന്നെ 47 മാർച്ച് 12 മെയ് 22 നടന്നത്. അടുത്ത ജൂൺ 14 ജൂലൈ 26 മേളിൽ സംഭവിച്ചിട്ടുണ്ട്. കേസ് ഓഫ് ഐസക് വുഡാർഡ് മൂവ്സ് ട്രൂമൻ ടു ആക്ഷൻ. ഈ അന്നത്തെ ഇവിടെ സിവിൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എടുത്തൊരു പിക്ചറാണ്. സിവിൽ റൈറ്റ്സ് ഡിസ്കഷൻ. March 14th. He was now. I had the letter to the Attorney General and a copy of it. 1950 51 52 53
Oh, we just figured it. Okay. The most difficult job in the world. 1945 ഏപ്രിൽ 12-നാണ് ഇവിടുത്തെ പ്രസിഡന്റ് ആകുന്നത്. Truman breakfast, shot of bourbon, and a glass of orange juice. പുള്ളി 33ാമത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. പുള്ളിയുടെ വൈഫ് ബസ് ഉണ്ട്, ഡോട്ടർ മാർഗരറ്റ് ഉണ്ട്. Probably committed to get us started. No, they were. I saw it. You told us to go sit down. We did our own organization. It's free tours that I just was thinking, I thought they would have called people and No, said, they're not gonna. Soon after he arrived in March 1946, he wrote this about Key West. This place is what I hope that you hold our memory. I was certain it would not പിക്ചർ എടുക്കാം, പക്ഷേ അത് തൊടാൻ പാടില്ലെന്ന് പറഞ്ഞു. southern front with galleries all around, upstairs and down. It is the house of the commandant of the submarine base. നമ്മൾ കണ്ട കാര്യങ്ങളാണ് അന്നത്തെ രീതിയിൽ അവർ ടി വി കാണിക്കുന്നത്. When the president saw the transformation in March 1949, പണ്ടത്തെ രീതിയിൽ ആക്ച്വലി ഇത് ഇരിക്കുന്ന ഒരു കടൽ തീരത്തിന് കുറച്ചടുത്താണ്. അപ്പോൾ ഈ താഴെ കാണുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് ചരിച്ച മേളിൽ താഴോട്ട് ചരിച്ച അവരിട്ടേക്കുന്നത്. കാരണം ആ സൈഡ് നേരത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അവിടെ അവർ നിരത്തിയതാണ്. പിന്നെ അവിടെ വെള്ളം കയറി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് കയറുവാണെങ്കിൽ വെള്ളം ഇവിടെ നിൽക്കാതെ ഇറങ്ങി പോകുമ്പം പോകാൻ വേണ്ടി രീതിയിലാണ് അവർ ചരിച്ചിട്ടേക്കുന്നത്. ഇവിടെ ഇരിക്കാനുള്ള ചെയറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 ചെയറുള്ളത് റിസർവ്ഡ് ചെയർസാണ്. ദിസ് ചെയർ റിസർവ്ഡ് ഫോർ പർപ്പിൾ ഹാർഡ് സ്പേസ്. ഈ 2 എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചെയറാണ്. അപ്പം നമ്മുടെ ആ ടൂർ കഴിഞ്ഞു. അടുത്ത ആൾക്കാരുണ്ട് അവിടെ, അടുത്തൊരു ഗൈഡും അവർക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ. ഇവിടുത്തെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഗിഫ്റ്റ് ഷോപ്പിൻ്റെ പുറത്തായിരിക്കുന്നത്. ഇനിയിപ്പം ഇവിടുന്ന് പുറത്തോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് പുത്തൻ വീഡിയോകൾ കാണാം. കാണുന്നവരെല്ലാം സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.